ബഹുമാനായ യോഗാധ്യക്ഷൻ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, സാഹിത്യകാരനും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന് പറയുന്ന വലിയ ക്യാൻവാസിൽ വരച്ചിടാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ആദ്യ പ്രഭാഷണം നടക്കുകയുണ്ടായത്. തീർച്ചയായും വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത്. സമയത്തിൻ്റെ പരിമിതി ഏറെയാണ്. പ്രൊഫസർ നെടുങ്കുന്നം ജഗദേവ് അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സമഗ്രമായ രീതിയിൽ പ്രതിപാദിക്കുകയുണ്ടായി. എഴുത്തുകാരന് സാമൂഹിക പ്രതിബദ്ധത വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് തന്നെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. എന്തായാലും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധത അനിവാര്യമാണ്. പക്ഷേ ധർമ്മത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ സമൂഹം ഇന്ന് വ്യത്യസ്ത രീതികളിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള പ്രതിബദ്ധതയാണ് ആവശ്യം എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം നൽകുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് സാഹിത്യകാരന്മാർ ചെന്നു ചേരുന്നത്. സാഹിത്യ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ സമൂഹത്തെ നവീകരിക്കേണ്ട ഒരു ബാധ്യത, സമൂഹത്തിൻ്റെ തെറ്റായ ആശയങ്ങളെ, നിലനിൽക്കുന്ന തെറ്റായ ആശയങ്ങളെ നവീകരിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള ധർമ്മത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ പുലർത്തേണ്ട ഒരു ആവശ്യകത അനിവാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിലൊക്കെ തന്നെ വലിയ മാറ്റം വന്നിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാഭിമാനത്തിന് അത് വലിയ പോരായ്മ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാത്ത രീതിയിൽ, പലപ്പോഴും ഒരു ധർമ്മപരമായി ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലപ്പോഴും നമ്മുടെ പല നിയമങ്ങൾ പോലും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. സമ്പത്ത്, നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളുടെ ചിന്ത എങ്ങനെ സമ്പത്ത് ആർജിക്കുക എന്ന രീതിയിലേക്ക് പോവുകയാണ്. സമ്പത്ത് ആർജിക്കുക എന്ന രീതിയിലേക്ക് സമൂഹം പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് അവിടെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം വിദ്യാഭ്യാസം തന്നെ നമ്മൾ പരിശോധിക്കണം. വിദ്യാഭ്യാസം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന അമ്പരപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിത ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിദ്യാധനം സർവ്വധന പ്രധാനം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം, അത് പണം കൊടുത്ത് ആർജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം അധപ്പതിക്കുമ്പോൾ, പണം കൊടുത്ത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം വാങ്ങാം എന്ന രീതിയിലേക്ക് സമൂഹം അധപ്പതിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ധാർമ്മികത മുച്ചൂടും മുടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അത് നിയമവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഇന്ന് നമുക്ക് നിയമപരമായി തന്നെ അത് നേടിയെടുക്കാവുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ സമൂഹം എവിടെയാണ് കിടക്കുന്നത്? ഇതിനെല്ലാം നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. എഴുത്തുകാരനാണ് ഇതിനൊക്കെ പ്രതികരിക്കേണ്ട സംഗതികൾ. എഴുത്തുകാരുടെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് എഴുത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടുകൾ സോഷ്യൽ മീഡിയ പോലെ തന്നെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നടന്നു. പക്ഷേ അടിസ്ഥാനപരമായി ധർമ്മബോധം അല്ലെങ്കിൽ പൊതുബോധം, അത് നമ്മൾ ഏത് നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ധർമ്മം, ശരിയെന്ന് തോന്നുന്ന ധർമ്മം, ആ ധർമ്മത്തെ ലംഘിച്ചുകൊണ്ടുള്ള അധർമ്മകരമായ നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുന്ന രീതിയാണ് വരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ എങ്ങനെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടിയോട് നമ്മൾ പറയുന്നത്, നീ എങ്ങനെ ഒരു പണം സമ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമായി മാറാം, അതിനെങ്ങനെ കുട്ടിയെ ഒരുക്കാം എന്ന രീതിയിലാണ് കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ പൊതുസമൂഹം തുറന്നിടുന്ന ഒരു വ്യക്തി ഒരു നല്ല മനുഷ്യനായി മാറാനല്ല, മറിച്ച് ഒരു പണം എത്രമാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യക്തിയാവാം, അതാണ് അവൻ്റെ മാനദണ്ഡം. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ആളുകളുടെ ആദരവ് പോലും, നമ്മുടെ പൊതുസമൂഹം ആരെയാണ് ആദരിക്കുന്നത്? സമ്പത്ത് ഉണ്ടാക്കുന്നവരെ.
ഈ സമ്പത്തുണ്ടാക്കുന്നവൻ്റെ അവൻ ആ സമ്പത്തുണ്ടാക്കുമ്പോൾ അവനൊരു സ്വാർത്ഥരഹിതനാണെങ്കിൽ അവൻ സമ്പത്തുണ്ടാക്കാൻ കഴിയുമോ? മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ എനിക്കൊരു സമ്പന്നനാവാൻ കഴിയുമോ? മറ്റുള്ളവരെ ഉപയോഗിക്കാത്തൊരു സംഗതി ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ചില സ്വാർത്ഥതകളുടെ കടന്നു കയറലുകൾ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അംഗീകരിക്കും. സമൂഹം അത് അംഗീകരിക്കുന്നില്ല. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറി. നിങ്ങൾ എങ്ങനെ പദവിയിലെത്തുന്നുവോ, നിങ്ങൾ എങ്ങനെ സമ്പന്നനാകുന്നുവോ, അതിന് ഏത് വഴി സ്വീകരിച്ചാലും വിരോധമില്ല എന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു. അത് നമ്മളുടെ മനസ്സിലേക്കുള്ള ഒരു പൊതുബോധ സൃഷ്ടിയാണ്. ആ പൊതുബോധ സൃഷ്ടി രൂപീകരിക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതി തന്നെ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെ വിദേശത്തേക്ക് അയക്കാം, അതിനു വേണ്ടിയുള്ളൊരു വിദ്യാഭ്യാസം, അതിന് പ്രത്യേക കാഴ്ചപ്പാടുകളൊക്കെയാണ് നമുക്ക്. ചിലത് ശരി, ചിലത് തെറ്റ്. ഇതാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത് പഠിപ്പിക്കുന്ന കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകൾ പഠിപ്പിക്കുന്ന രീതിയിൽ അതാണ് ശരിയെന്ന ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന സമൂഹമാണ് നമ്മളുടേത്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടുകയാണ്. അതുകൊണ്ട് വേഷത്തിൽ കടന്നുകൂടുന്നു, ഭാഷയിൽ കടന്നുകൂടുന്നു, സംസ്കാരത്തിൽ കടന്നുകൂടുന്നു, എല്ലാ തലങ്ങളിലും കടന്നുകൂടുന്നു. മലയാളം എത്ര കാലം അവശേഷിക്കുമെന്നൊക്കെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയുണ്ട്. മലയാളം പറയുന്നത് പോലും മോശമാകുന്ന ഒരു കാഴ്ചപ്പാടാണ് നിലകൊള്ളുന്നത്. മലയാളം സ്വന്തം ഭാഷയാണെന്ന് പറയുവാൻ പോലും അപമാനകരമായ ഒരവസ്ഥ, അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു ക്ലീഷേ ഒരു പ്രയോഗമാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കി ഇത് വളരെ കൃത്യമായ സംഗതികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി തോന്നുന്നത്, ഇവിടെ കൃത്യമായ രീതിയിലുള്ള നമ്മുടെ സമൂഹത്തെ ഒരു പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹത്തെ, സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹത്തെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യക്തികളെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ രീതിയിലുള്ള പൊതുബോധ നിർമ്മിതി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയാണ് എഴുത്തുകാരൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. മറിച്ച് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന സഹജീവികളെ സഹായിക്കുക, അവൻ്റെ വിഷമങ്ങൾ കുറയ്ക്കുക, സഹാനുഭൂതിയുടെ എമ്പതിയോടുകൂടി നമുക്ക് പെരുമാറുക. ഇത്തരം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സമൂഹത്തിൽ നമുക്ക് ചെയ്യാനുള്ളൂ. വേറെ നമുക്ക് എന്താണ് സമൂഹത്തിൽ ചെയ്യാനുള്ളത്? നമ്മൾ വലിയ വികസനം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിപ്പാടി നടക്കുന്നുണ്ട്. ഈ വികസനം കൊണ്ട് സമൂഹത്തിൽ സ്വാസ്ഥ്യം കിട്ടിയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? ഒരുപാട് വികസനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ വികസനം കൊണ്ടൊരു സ്വാസ്ഥ്യം, ഒരു സ്വസ്ഥത നമുക്ക് കിട്ടിയിട്ടുള്ള ആളുകളെ നമുക്ക് കണ്ടിട്ടുണ്ട്. വളരെ വിരളമാണ്. അതിനുള്ള സാധ്യതകളും വിരളമാണ്. നമ്മൾ പറയും മനുഷ്യനാണ് ഈ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്ക് വിശേഷണ ബുദ്ധിയുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതൊന്നും സ്വയം പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മുടെ ഭൂമിയിൽ കാണുന്ന മറ്റ് ജീവികളെ നമ്മൾ ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ ഏത് പഴയ യുഗത്തിലാണ് നിൽക്കുന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ മനുഷ്യനെന്ന് പറയുന്ന ജീവി അത് വലിയ മേനി നടിച്ചുകൊണ്ട് പറയുന്നത് അത് നമ്മുടെ ഇടയിൽ പറയാൻ കൊള്ളാം. അല്ലാതെ മറ്റുള്ളവരുമായിട്ടൊരു സംവാദത്തിൻ്റെ അവസരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ജീവികളുമായി ഒരു സംവാദത്തിൻ്റെ അവസരമുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരൻ എന്ന രീതിയിലൊരു എഴുത്തുകാരന് സാമൂഹിക പ്രതിബദ്ധത വേണം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി. വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച, വളരെ വലിയ സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയുള്ള പ്രതിബദ്ധതയായിരിക്കണം? സഹജീവികൾക്ക് ആശ്വാസം പകരുന്ന, സഹജീവികളുടെ ആത്മാഭിമാനം നിലനിർത്തുന്ന, ആ രീതിയിൽ ആ വ്യക്തിയെ ഉയർത്തുന്ന രീതിയിലുള്ള ആശയങ്ങൾ സംഭാവന ചെയ്യുന്ന സൃഷ്ടികളിലൂടെയാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. ആത്മാഭിമാനം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ഏത് മേഖലയിൽ പരിശോധിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ആത്മാഭിമാനം തല്ലിക്കെടുത്തുക എന്നുള്ളതാണ് ആ പൊതുസമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള മാനസികാവസ്ഥ പോലും നമുക്കില്ലാത്ത തരത്തിലേക്കാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ചൂഷണം ചെയ്യുന്നതിന് ചോദ്യം ചെയ്യുന്ന ആൾ പോലും സമൂഹത്തിലെ ഒരു പ്രശ്നക്കാരനാണ് എന്ന രീതിയിലേക്ക് സമൂഹം എങ്ങനെ ആ ഒരു പൊതു രീതിയിൽ സഞ്ചരിക്കുന്നുവോ ആ രീതിയിൽ തന്നെ സഞ്ചരിക്കണം എന്ന ഒരു ധാരണയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ഈ പൊതുബോധം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായുള്ള അജണ്ടകളുണ്ട്. ഈ അജണ്ടകൾ രൂപീകരിക്കുന്നവൻ തന്നെ എത്രമാത്രം ചിന്തിച്ചുറച്ചാണ് അവൻ ചിന്തിക്കുന്നത് അവന് പോലും ബോധമില്ല. അവൻ ധരിച്ചിരുന്നത് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും വലിയ വലിയ എഴുത്തുത്സവങ്ങളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെന്ന് വലിയ കോർപ്പറേറ്റ് ഭീമന്മാരാണ്. എഴുത്തും
കച്ചവടവും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആ രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്. നിങ്ങൾക്ക് സമ്പത്തുണ്ടോ, നിങ്ങൾ സാഹിത്യകാരനായി മാറും, നിങ്ങളൊരു കലാകാരനായി മാറും, നിങ്ങളൊരു നടനായി മാറും, നിങ്ങൾ സമൂഹത്തിലെ മുഴുവൻ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയായി മാറുന്ന ഒരവസ്ഥ. അതിന് ആത്യന്തികമായ രീതിയിലുള്ള വേണ്ടത് നിങ്ങൾക്ക് സമ്പത്ത്. ആ സമ്പത്ത് ആർജിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സത്യന്തമായ രീതികളില്ല. ആ രീതികളെല്ലാം തന്നെ കപടമായ രീതികളാണ്. ആ കപടമായ രീതികളെ ആശ്ലേഷിക്കുന്ന ഒരു ഭരണകൂട സംവിധാനമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ മതവിഭാഗങ്ങളാണ് നമുക്കുള്ളത്. സർവത്ര രീതിയിലും ആളുകളുടെ സമ്പത്തിനെ പ്രോത്സാഹിപ്പിക്കുക, ആ രീതിയിലേക്കുള്ള അതിനെ എതിർക്കുന്ന രീതിയിലുള്ള അതിന് ശേഷിയുള്ള പ്രതിബദ്ധതയുള്ള ആ രീതിയിലുള്ള ചിന്തിപ്പിക്കാൻ കഴിയുന്ന എഴുത്തുകളാണ് അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. ആത്മാഭിമാനം പകരുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള സംഗതികളാണ് വേണ്ടത്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ വൈകിയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും ഈ ഒരു ആശയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചെന്ന് മാത്രം. തീർച്ചയായിട്ടും എന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കുവാൻ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറയുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എഴുത്തിന്റെ മാറി വരുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിച്ച ബെന്നി സാറിന് 1000 നന്ദി. അടുത്തതായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഡോക്ടർ വി വിജയകുമാർ സാറിനെ സ്നേഹത്തോടെ സാദരം ക്ഷണിക്കുന്നു.